ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിശ്വാസികൾ. പെരുന്നാൾ നാളെയാണോ എന്നുള്ളത് ഉടൻ തന്നെ അറിയാം. കടലുണ്ടിയിൽ നിന്ന് മുബഷിർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ പി അക്ബർ, ഇന്ന് ഗൾഫ് നാടുകളിൽ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നാളെ പെരുന്നാളാണോ എന്നറിയാൻ ഇനി എത്ര മിനിറ്റ് കൂടി? തീർച്ചയായും പുണ്യ റമദാൻ 29 പൂർത്തിയാക്കി ഇന്ന് മാസപ്പിറവിക്കുകയാണെങ്കിൽ റമദാനിലെ 30 നോമ്പ് പൂർത്തിയാക്കി വിശ്വാസികൾ നാളെ ഈദുൽ ഫിത്തർ ആഘോഷിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് വിശ്വാസികൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് കടലുണ്ടി കോർണിഷ് മസ്ജിദിലാണ്. ഇവിടെ മാസപ്പിറവി കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സർവ്വസജ്ജമാണ്. ഇതാ ഇവിടെ ദൃശ്യങ്ങളിൽ ടെലസ്കോപ്പ് ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ആ വിധത്തിൽ 6:35 നിലവിൽ പണ്ഡിതരുമായി സംസാരിച്ചപ്പോൾ സൂര്യൻ്റെ അസ്തമയ സമയം കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 55 മിനിറ്റിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മാസപ്പിറവി കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. മാസപ്പിറവി കാണുകയാണെങ്കിൽ അതിന് സാധിക്കുമെന്നുള്ളതാണ് പണ്ഡിതർ വ്യക്തമാക്കുന്നത്. സംയുക്ത മഹൽ ഹാലിയായിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉസ്താദിൻ്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഏകോപനം ഉൾപ്പെടെ ഇവിടെ നടക്കുന്നത്. മാസപ്പിറവിയുടെ ഒരു സാധ്യത എത്രത്തോളമാണ് സാർ? സാധ്യത വളരെ കൂടുതലാണ്. സാധ്യതയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല. ചന്ദ്രൻ ഉദിക്കുക എന്നതല്ല, ഉദിച്ചത് നേരിട്ട് നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുക എന്നതാണ് മാസപ്പിറവി നിർണ്ണയിക്കൽ ഏറ്റവും പ്രാധാന്യം. ഞങ്ങളിതിനു വേണ്ടി കാണാൻ സാധ്യതയുള്ള എല്ലാ ഏരിയകളിലും പ്രദേശങ്ങളിലും ഞങ്ങളുടെ പ്രതിനിധികളെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അവർ വല്ല വിവരം കിട്ടിയാൽ അതാത് പള്ളിയിലെ ഖാദിമാരറിയിക്കും. ആ ഖാദിമാർ ഉറപ്പിച്ച് ഞങ്ങളെ ഇവരറിയിച്ചാൽ ഒന്നായി കൂടി ആലോചനകൾ നടത്തി തീരുമാനിക്കാറാണ് പതിവുള്ളത്. ഓക്കെ മുബഷിർ, നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ വിശ്വാസികളും കാത്തിരിക്കുകയാണ്.